പേർഷ്യൻ യുദ്ധങ്ങൾക്കിടയിലെ ഇതിഹാസമായ ബാറ്റിൽ ഓഫ് തെർമോപോളിയെ ആസ്പദമാക്കി 1998 ഇറങ്ങിയ കോമിക് ബുക്ക് സീരീസിനെ അടിസ്ഥാനമാക്കി 2006 പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രമാണ് 300. സാക്ക് ബൈൻഡർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ജെറാർഡ് ബട്ട്ലർ കിങ് ലിയോണാർഡോസായും ലെന ഹീഡെ ക്വീൻ ഗോർഗോ ആയും വേഷമിടുന്നു. BC 479 ഭൂമിയിൽ അവതരിച്ച ദൈവമാണെന്ന് സ്വയം വിശേഷിപ്പിച്ച പേർഷ്യൻ ചക്രവർത്തി സെറക്സിസ് പേർഷ്യയ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ ഓരോന്നായി കീഴടക്കി മുന്നേറുകയാണ്. ശക്തമായ പേർഷ്യൻ സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഓരോ ചെറു രാജ്യങ്ങളും പേർഷ്യയ്ക്ക് മുൻപിൽ അടിയറവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതീകാത്മകമായി എർത്ത് ആൻഡ് വാട്ടർ ആവശ്യപ്പെട്ടുകൊണ്ട് പേർഷ്യൻ ദൂതൻ യുദ്ധത്തിന് മുന്നോടിയായി ഓരോ രാജ്യത്തും എത്തും. ചക്രവർത്തിക്ക് കപ്പം കൊടുത്ത് സാമന്തരാജ്യമായി തുടരണമെങ്കിൽ സന്ധി കൂടിയ തീരൂ. അതല്ല എങ്കിൽ ആ ചെറു രാജ്യത്തെ പേർഷ്യൻ സൈന്യം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നാമാവശേഷമാക്കും. ഗ്രീസിലെ ഒരു ചെറു രാജ്യമാണ് സ്പാർട്ട. പോരാളികൾക്ക് പ്രശസ്തമായ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്. ജനിച്ചു വീഴുന്ന ഓരോ സ്പാർട്ടക്കാരനെയും കാത്തിരിക്കുന്നത് അതികഠിനമായ ആയുധാഭ്യാസവും അച്ചടക്കപൂർണമായ ജീവിത ശൈലിയുമാണ്. ആർക്കുമുന്നിലും തലകുനിക്കാൻ ഇഷ്ടമില്ലാത്ത കിങ് ലിയോണാർഡോസ് ആണ് ഇപ്പോൾ സ്പാർട്ട ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാജ്ഞി ക്വീൻ ഗോർഗോയും രാജാവിന് ശക്തമായ പിന്തുണ നൽകുന്ന കരുത്തുറ്റ സ്ത്രീയാണ്. സയക്സിന്റെ സംഹാരദൂതൻ സ്പാർട്ടയിലും എത്തുന്നു. ആയുധം താഴെവെച്ച് പേർഷ്യൻ ചക്രവർത്തി സെറക്സിന് മുൻപിൽ മുട്ടുമടക്കി പേർഷ്യൻ സൈന്യത്തിൽ നിന്ന് രക്ഷ നേടാൻ അയാൾ ലിയോണാർഡോസിനോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ തനിക്ക് വന്ന സ്ഥലം തെറ്റിപ്പോയെന്നും ഇത് സ്പാർട്ടയാണെന്നും ഇവിടെ ജീവിക്കുന്നവർ നട്ടിലുള്ളവരാണെന്നും സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരുമാണെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് ലിയോണാർഡോസ് ദൂതനെയും കൂട്ടാളികളെയും നഗരാർത്ഥിയിലുള്ള ഒരു കിണറിലേക്ക് ചവിട്ടിയിടുന്നു. വൈകാതെ സ്പാർട്ട മുഴുവൻ കത്തിയെയും നിനക്ക് ഭ്രാന്താണ്. ഇതാണ് കിണറിന്റെ ആഴങ്ങളിലേക്ക് പതിക്കുന്ന പേർഷ്യൻ ദൂതന്റെ അവസാന വാക്കുകൾ. വൈകാതെ സെറക്സിസിന്റെ പേർഷ്യൻ സൈന്യം ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റുകൾ ഒന്നൊന്നായി കീഴടക്കുമെന്ന് മനസ്സിലാക്കുന്ന ലിയോണാർഡോസ് മലമുകളിൽ താമസിക്കുന്ന ഗ്രീക്ക് പുരോഹിത വിഭാഗത്തിൽപ്പെടുന്ന എഫോറുകളെ സന്ദർശിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് എഫോറുകളുടെ മാർഗനിർദ്ദേശം ലഭിക്കാനാണ് ലിയോണാർഡോസ് അവിടേക്ക് പോകുന്നത്. എന്നാൽ ലിയോണാർഡോസ് എത്തും മുൻപേ പേർഷ്യൻ ദൂതൻ എഫോറുകൾക്ക് കൈക്കൂലി നൽകി ലിയോണാർഡോസ് ഇപ്പോൾ യുദ്ധത്തിന് പോകരുതെന്നും ഇപ്പോൾ കാർണിയ ഉത്സവകാലമാണെന്നും എഫോറുകളെ കൊണ്ട് പറയിപ്പിക്കുന്നു. എഫോറുകളുടെ സമ്മതമില്ലാത്തതിനാൽ സ്പാർട്ടൻ സൈന്യത്തെ യുദ്ധത്തിന് കൊണ്ടുപോകാൻ ലിയോണാർഡോസിന് സാധിക്കുന്നില്ല. എന്നാൽ തന്റെ പേഴ്സണൽ ഗാർഡുകൾ ആണെന്ന് ഗ്രീക്ക് കൗൺസിലിനെ ബോധിപ്പിച്ചുകൊണ്ട് 300 പേരുടെ ഒരു ചെറു സൈന്യത്തെ ലിയോണാർഡോസ് തയ്യാറാക്കുന്നു. മലയിടുക്കുകളാൽ ചുറ്റപ്പെട്ട ഹോട്ട് ഗേറ്റ്സ് എന്ന പ്രദേശത്ത് വെച്ച് വളരെ ഇടുങ്ങിയ മലമ്പാതയിൽ വെച്ച് പേർഷ്യൻ സൈന്യത്തിന്റെ ആൾബലത്തെ തന്ത്രപരമായി പ്രതിരോധിക്കുവാനാണ് ലിയോണാർഡോസിന്റെ യുദ്ധതന്ത്രം. ഒപ്പം ചേർന്ന 2000-ഓളം വരുന്ന ആർക്കേഡിയൻസും ലിയോണാർഡോസിന്റെ 300 പോരാളികളും ഹോട്ട് ഗേറ്റ്സിലേക്ക് പുറപ്പെടുന്നു. ഈ സമയം പ്രത്യേക ദൂതനെ ലിയോണാർഡോസ് കൊന്നുകളഞ്ഞതിൽ കലിപൂണ്ട സെറക്സിസിന്റെ പേർഷ്യൻ സൈന്യം സ്പാർട്ടയിലേക്ക് പ്രവേശിക്കുന്നതിനായി അതിവേഗം മാർച്ച് ചെയ്യുന്നു. വൈകാതെ ഹോട്ട് ഗേറ്റ്സിലെത്തിയ ലിയോണാർഡോസിനെ മലനിരകളിൽ വർഷങ്ങളായി ഒറ്റപ്പെട്ടു താമസിക്കുന്ന കൂനൻ എഫിയാൾട്ടസ് സന്ദർശിക്കുന്നു. ശാരീരികമായ കുറവുകളുള്ള കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ കൊന്നുകളയുന്ന രീതി സ്പാർട്ടയിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനായി വിരൂപനായ എഫിയാൾട്ടസിന്റെ ജീവൻ രക്ഷിക്കാൻ അയാളുടെ മാതാപിതാക്കൾ പണ്ട് സ്പാർട്ടയിൽ നിന്ന് ഒളിച്ചോടിയതാണ്. എന്നാൽ സ്പാർട്ടൻ സൈന്യത്തിൽ ചേരുക എന്നതാണ് എഫിയാൾട്ടസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. തന്നെയും സ്പാർട്ടൻ സൈന്യത്തിൽ ചേർക്കണമെന്നും താൻ സൈന്യത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്നും ഈ മലമ്പാതകൾ ഓരോന്നും തനിക്ക് ഹൃദയസ്ഥമാണെന്നും എഫിയാൾട്ടസ് ലിയോണാർഡോസിനെ അറിയിക്കുകയും സൈന്യത്തിൽ തന്നെ ചേർക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഗ്രീക്കുകാരുടെ ഏറ്റവും ശക്തമായ ഒരു യുദ്ധമുറയായ ഫാൽക്സ് ഫോർമേഷനിൽ പരിച പിടിച്ചുയർത്താൻ എഫിയാൾട്ടസിന് കഴിയില്ലെന്നും അതിനാൽ അയാളെ സൈന്യത്തിൽ ചേർക്കാൻ നിർവാഹമില്ലെന്നും ലിയോണാർഡോസ് എഫിയാൾട്ടസിനെ അറിയിക്കുന്നു. നിരാശനായ എഫിയാൾട്ടസ് മടങ്ങിപ്പോകുന്നു. ഏറെ വൈകാതെ പേർഷ്യൻ സൈന്യത്തിലെ മുൻനിരക്കാരായ സ്കൗട്ടുകളുമായുള്ള പോരാട്ടത്തിൽ ലിയോണാർഡോസും സംഘവും വധിക്കുന്ന പേർഷ്യക്കാരുടെ മൃതദേഹങ്ങൾ കൂറ്റൻ പാറകൾക്കൊപ്പം അടുക്കി ലിയോണാർഡോസ് ഹോട്ട് ഗേറ്റ്സിനടുത്ത് തന്നെ ഒരു മതിൽ ഉണ്ടാക്കുന്നു. എതിർക്കാനെത്തിയ പേർഷ്യൻ എമിസറിയുടെ ചാട്ടയേന്തിയ കൈയും വെട്ടിയെറിഞ്ഞ് സ്റ്റീലിയോസ് എന്ന സ്പാർട്ടൻ കമാൻഡർ സെറക്സിസിനെ കൂടുതൽ പ്രകോപിതനാക്കുന്നു. ഹോട്ട് ഗേറ്റ്സ് എന്ന ചെറിയ മലമ്പാത മാത്രമാണ് പേർഷ്യൻ സൈന്യത്തിന് സ്പാർട്ടയിലെത്താനുള്ള ഏക വഴി. ആ വഴിയടച്ച് സുപ്രസിദ്ധമായ ഗ്രീക്ക് ഫാലക്സ് ഫോർമേഷൻ ഒരുക്കി കാത്തിരിക്കുകയാണ് ലിയോണാർഡോസും സംഘവും. ആഞ്ഞടിക്കുന്ന പേർഷ്യൻ സൈന്യ നിരകളെ ലിയോണിഡൈസും ചെറു സംഘവും തങ്ങളുടെ യുദ്ധമികവും
ഫാലക്സ് ഫോർമേഷന്റെ കരുത്തും മലയിടുക്കിന്റെ ആനുകൂല്യവും കൊണ്ട് ചെറുത്തു നിൽക്കുന്നു. ഇതിനിടയിൽ കിങ് ലിയോണൈഡസിന്റെ ചെറുത്തുനിൽപ്പിന് ശക്തി പകരാനും കൂടുതൽ ഗ്രീക്ക് സൈന്യത്തെ യുദ്ധമുഖത്തെത്തിക്കാനും ഗ്രീക്ക് കൗൺസിലിന്റെ അനുവാദം ലഭിക്കുന്നതിനായി ക്വീൻ ഗോർഗോ സ്പാർട്ടയിൽ പല പരിശ്രമങ്ങളും നടത്തുന്നു. എന്നാൽ ഗോർഗോയുടെ പരിശ്രമങ്ങളെ ഇല്ലാതാക്കാൻ പേർഷ്യൻ ചാരനായ തെറോൺ കൗൺസിലിൽ മറ്റ് ചരടുവലികൾ നടത്തുന്നു. പ്രതീക്ഷിച്ചത്ര വേഗത്തിൽ ലിയോണിഡസിനെയും ചെറുസംഘത്തെയും കീഴടക്കാൻ സാധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ സയക്സിസ് നേരിട്ട് ലിയോണിഡസിനെ സന്ദർശിക്കുന്നു. എന്നാൽ കൂലിപ്പട്ടാളത്തെയും അടിമകളെയും മുൻനിർത്തിയുള്ള സെറക്സിസിന്റെ യുദ്ധം യഥാർത്ഥ ചക്രവർത്തിക്ക് ചേർന്നതല്ലെന്ന് ലിയോണിഡസ് സെറക്സിസിനോട് പരിഹസിക്കുന്നു. മാത്രമല്ല, ഇന്നലെ മുതൽ യുദ്ധം ചെയ്തതുകൊണ്ട് തന്റെ മുട്ട ഉറുക്കിയിരിക്കുകയാണെന്നും അതിനാൽ സെറക്സിസിന്റെ മുൻപിൽ മുട്ടുകുത്താൻ സാധിക്കില്ലെന്നും അയാൾ സെറക്സിസിനെ വീണ്ടും കളിയാക്കുന്നു. അരിശം പൂണ്ട സെറക്സിസ് പേർഷ്യൻ യുദ്ധനിരയിലെ ഏറ്റവും ധീരരും അഭ്യാസികളുമായ ഇമ്മോർട്ടൽസിനെ യുദ്ധമുഖത്തേക്ക് നിയോഗിക്കുന്നു. ഇമ്മോർട്ടൽസും സ്പാർട്ടൻസും തമ്മിൽ കടുത്ത യുദ്ധം നടക്കുന്നു. ഇരുവശത്തും ആൾനാശമുണ്ടായെങ്കിലും യഥാസമയം സ്പാർട്ടൻസിന്റെ സഹായത്തിനായി എത്തുന്ന അർക്കഡിയൻ പോരാളികൾ ഇമ്മോർട്ടൽസിന് മുകളിൽ മേൽക്കൈ നേടാൻ ലിയോണിഡസിനെ സഹായിക്കുന്നു. ഹോപ്പ് ഗേറ്റ്സിലെ പ്രതിരോധം തകർക്കാൻ ഇമ്മോർട്ടൽസിനും കഴിയാതെ വന്നതോടെ അടുത്തതായി പേർഷ്യൻ വാർ എലിഫൻസിനെയാണ് സെറക്സിസ് നിയോഗിക്കുന്നത്. എന്നാൽ ഒരു വശത്ത് കീഴ്ക്കാൻ തൂക്കായ പാറക്കെട്ടുകളും കടൽത്തീരവുമുള്ള ഹോപ്പ് ഗേറ്റ്സിൽ ലിയോണിഡസും സംഘവും ആനകളെ തലങ്ങും വിലങ്ങും ഓടിച്ച് കടലിലേക്ക് തള്ളിയിടുന്നതോടെ സെറക്സിസിന്റെ ആനപ്പടയും ലിയോണിഡസിന് മുൻപിൽ പിന്തിരിയുന്നു. എന്നാൽ ഈ സമയം വളരെ തന്ത്രപ്രധാനമായ ഒരു നീക്കം സെറക്സിസ് നടത്തിയിരുന്നു. ലിയോണിഡസിന് മുൻപിൽ നിരാശനായി മടങ്ങിയ ക്രൂണൻ എഫിയാൾട്ടസിനെ അയാൾ സ്വാധീനത്തിലാക്കി. ഒരു പടയാളിയാകുക എന്ന എഫിയാൾട്ടസിന്റെ ആഗ്രഹം നിറവേറ്റി സെറക്സിസ് മലനിരകളിലൂടെയുള്ള ഒരു രഹസ്യ വഴിയിലൂടെ ലിയോണിഡസിന്റെ പിന്നിലൂടെ ആക്രമിക്കാമെന്ന് എഫിയാൾട്ടസിൽ നിന്നും മനസ്സിലാക്കുന്നു. വൈകാതെ മലകളിലെ രഹസ്യ വഴി സെറക്സിസ് കണ്ടെത്തിയ വിവരം ലിയോണിഡസിനും മനസ്സിലാകുന്നു. അയാൾ തന്നോടൊപ്പമുള്ള സ്പാർട്ടൻ സംഘത്തിലെ ഒരു വലിയ വിഭാഗത്തെയും അർക്കഡിയൻ സൈന്യത്തെയും തിരിച്ച് നാട്ടിലേക്ക് അയക്കുന്നു. എന്നിട്ട് തന്റെ ഏറ്റവും വിശ്വസ്തനായ ഡീലോസിനെ തെരഞ്ഞെടുത്ത് അസംഖ്യം വരുന്ന പേർഷ്യൻ സൈന്യത്തോട് തന്റെ ചെറു സൈന്യമുണ്ടാക്കിയ വിജയത്തിന്റെ കഥ ഗ്രീസിലെങ്ങും വിവരിക്കാൻ ലിയോണിഡസ് ആവശ്യപ്പെടുന്നു. തങ്ങളുടെ അവസാന പോരാട്ടത്തിനായി ലിയോണിഡസും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ സ്പാർട്ടൻ ചെറുസംഘവും തയ്യാറെടുക്കുന്നു. ഇതിനിടയിൽ സ്പാർട്ടൻ കൗൺസിലിൽ ക്വീൻ ഗോർഗോയെ താഴ്ത്തിക്കെട്ടാനുള്ള വഞ്ചകനായ തെറോണിന്റെ ശ്രമത്തിൽ കലിപൂണ്ട ഗോർഗോ സ്പാർട്ടൻ കൗൺസിലിൽ വെച്ച് തന്നെ തെറോണിനെ കുത്തിവീഴ്ത്തുന്നു. മരിച്ചു വീണ തെറോണിന്റെ മടിയിൽ നിന്ന് വീണ പേർഷ്യൻ സ്വർണ്ണ നാണയങ്ങൾ കണ്ടതോടെ കൗൺസിൽ അംഗങ്ങൾക്ക് അയാൾ ഒരു പേർഷ്യൻ ചാരനാണെന്ന് മനസ്സിലാകുന്നു. അവർ ഗോർഗോയുടെ ആവശ്യങ്ങൾക്ക് പച്ചക്കൊടി കാട്ടുന്നു. ഇതിനിടയിൽ രഹസ്യ വഴിയിലൂടെ വില്ലാളുകളെ അയച്ച് സെറക്സിസ് ലിയോണിഡസിനെ പിന്നിൽ നിന്നും ആക്രമിക്കാനും തയ്യാറെടുക്കുന്നു. തങ്ങളുടെ മരണം ഏതാണ്ട് സുനിശ്ചിതമായ സാഹചര്യത്തിലും ധീരനായ ലിയോണിഡസും സംഘവും സെറക്സിസിന് മുൻപിൽ മുട്ടുകുത്താനും ആയുധം താഴെ വെച്ച് കീഴടങ്ങാനും തയ്യാറായില്ല. മാത്രമല്ല, അവസാന നിമിഷം ആയുധം താഴെ വെക്കുകയാണെന്ന നാട്യത്തിൽ ലിയോണിഡസ് സെറക്സിസിന് നേരെ ആഞ്ഞെറിഞ്ഞ കുന്തം സെറക്സിസിന്റെ മുഖത്ത് ഉരസി കടന്നുപോകുന്നു. ദൈവമായ ചക്രവർത്തിയെന്ന് സ്വയം പുകഴ്ത്തിയിരുന്ന സ്വന്തം മുഖത്ത് ഒടിഞ്ഞ ചോര കണ്ട് സെറക്സിസ് ഞെട്ടുന്നു. അയാൾ ലിയോണിഡസിനെയും സംഘത്തെയും അമ്പെയ്ത് വധിക്കാൻ കൽപ്പന നൽകുന്നു. പേർഷ്യൻ വില്ലാളുകൾ എയ്ത ശരമഴയിൽ ലിയോണിഡസും സംഘവും മരിച്ചു വീഴുമ്പോൾ അങ്ങ് അകലെ ഗ്രീസിൽ 10,000 വരുന്ന ഗ്രീക്ക് സൈന്യം ഡിലോസിന്റെ നേതൃത്വത്തിൽ രൂപം കൊള്ളുകയാണ്. 300 പേരുടെ ഗ്രീക്ക് സൈന്യത്തിന് പേർഷ്യക്കാരെയും സെറക്സിസിനെയും വിരട്ടാൻ കഴിഞ്ഞെങ്കിൽ 10,000 വരുന്ന പുതിയ ഗ്രീക്ക് സൈന്യത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ സെറക്സിസിനാകുമോ എന്ന ചോദ്യം പ്രേക്ഷകർക്ക് മുൻപിൽ അവശേഷിപ്പിച്ച് ലോക ചരിത്രത്തിലെ ഏറ്റവും ധീരമായ ചെറുത്തുനിൽപ്പുകളുടെ നായകനായി ലിയോണിഡസും 300 സ്പാർട്ടൻ ധീര നേതാക്കളും പ്രേക്ഷക മനസ്സിൽ നിറയുന്നു.